സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നഗരസഭയുടെ സേവന പ്രവർത്തനങ്ങൾ വികേന്ദ്രീകരിക്കുന്നു. വാർഡ് തലത്തിൽ സേവാഗ്രാം ഓഫീസുകൾക്ക് തുടക്കം. കരുണയുടെ കരങ്ങൾ അനുഗ്രഹം ചൊരിഞ്ഞു. നിർധന കുടുംബങ്ങളിൽ വിവാഹധന സഹായം എത്തി. സിപിഐ സമ്മേളനത്തിന് ഒരുക്കങ്ങളായി. കൊടിമര ജാഥ പ്രയാണം തുടങ്ങി. പഠന മികവിനായി പെരിയയിൽ പൊൻപുലരി ക്യാമ്പ് നടന്നു. സാമൂഹ്യ തിന്മകളെ തുറന്നു കാണിക്കുന്ന ടി.കെ. പ്രഭാകരന്റെ കാർട്ടൂണുകൾ പ്രദർശനം തുടങ്ങി. സിവിൽ സർവീസ് മേഖലയിലേക്ക് പ്രതിഭകളെ കണ്ടെത്താൻ കാസർകോട്ടും പരിശീലന പദ്ധതി എത്തുന്നു. മാതൃകാ പരീക്ഷ നടത്തുമെന്ന് ഭാരവാഹികൾ. റോഡ് സുരക്ഷാ സന്ദേശവുമായി കാഞ്ഞങ്ങാട്ട് മെഡിക്കൽ ക്യാമ്പ് നടന്നു. വാർത്തകൾ വിശദമായി. നഗരസഭയുടെ പ്രവർത്തനങ്ങൾ വികേന്ദ്രീകരണത്തിന്റെ പാതയിൽ. വാർഡ് തല സേവാഗ്രാം കേന്ദ്രങ്ങൾ തുറന്നു. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും നഗരസഭയും സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ സേവാഗ്രാം കേന്ദ്രങ്ങൾ തുടങ്ങുന്നു. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ജനുവരി 26-നകം മുഴുവൻ വാർഡുകളിലും സേവാഗ്രാം കേന്ദ്രങ്ങൾ തുടങ്ങാനാണ് തീരുമാനം. നഗരസഭയിൽ നിന്നുള്ള സേവനങ്ങൾ ലഭ്യമാക്കാൻ ആവശ്യമായ സഹായങ്ങളാണ് സേവാഗ്രാം കേന്ദ്രങ്ങളിലൂടെ നടപ്പിലാക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയിൽ സേവാഗ്രാം വാർഡ് കേന്ദ്രത്തിന്റെ നഗരസഭാതല ഉദ്ഘാടനം നടന്നു. 8-ാം വാർഡിൽ ചെമ്മട്ടം വയലിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ. ദിവ്യ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ സി. ശ്യാമള അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ വാഴുന്നോറടി, കെ. വി. നാരായണ പൊതുവാൾ, പി. വി. കുഞ്ഞിരാമൻ, കെ. ഭാസ്കരൻ നായർ, പി. രമേശൻ, എ. പുരുഷോത്തമൻ, വജ്രേശ്വരി, മറിയം, സുമയ്യ, ലക്ഷ്മി, ശോഭ, ADS സെക്രട്ടറി ലത തുടങ്ങിയവർ സംബന്ധിച്ചു. കരുണയുടെ കരങ്ങളുമായി മുസ്ലിം ജമാഅത്ത് പ്രവർത്തകർ. ശിഹാബ് തങ്ങൾ മാംഗല്യനിധിയിൽ വിവാഹധന സഹായം നൽകി. സംയുക്ത ജമാഅത്തിന്റെ 40-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ശിഹാബ് തങ്ങൾ മംഗല്യനിധി വിതരണം നടന്നു. കൊല്ലപ്പെട്ട അഭിലാഷിന്റെ സഹോദരിക്കും ഹോസ്തൃക CMI സഭയിലെ നിർധന കുടുംബത്തിലെ പെൺകുട്ടികൾക്കും മുസ്ലിം പെൺകുട്ടികൾക്കും വിവാഹധന സഹായം നൽകി. വിവാഹ സഹായ നിധി ഇ. ചന്ദ്രശേഖരൻ MLA വിതരണം ചെയ്തു. നാൽപ്പതാമത് വാർഷികാഘോഷം വളരെ വിപുലമായ ഒരു പരിപാടി എന്ന നിലയിലാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നലെയും ഇന്നും നാളെയുമായി നടക്കുന്ന ഈ മഹത്തായ സമ്മേളനത്തിൽ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സന്ദർഭവും ഒരു ചടങ്ങുമാണിത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് മംഗല്യനിധി വിതരണ സംവിധാനം വിതരണത്തിന് വേണ്ടിയുള്ള ആളുകളെ കണ്ടെത്തിയെന്നൊക്കെ ഇവിടെ പറയേണ്ടായി. നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം വേദന കടിച്ചമർത്തി കഴിയുന്നവരുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണവും ഇവിടെ നടത്തി. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടി സംയുക്ത ജമാഅത്ത് നിയോഗിച്ചിട്ടുള്ള അതിൻ്റെ ഏറ്റവും ഉത്തരവാദിത്വ ബോധമുള്ള പ്രവർത്തകന്മാർ സ്വീകരിച്ച സമീപനം സംബന്ധിച്ചും ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ആദരണീയനായ E.K. മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ചു. അതിനും അപ്പുറത്ത് അർഹതയുടെ അർഹതയുടെ മാനദണ്ഡം നിശ്ചയിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തെല്ലാം ആയിരിക്കണമെന്നത് സംബന്ധിച്ചും അദ്ദേഹം പറയേണ്ടായി. തുടർന്ന് നടന്ന സമ്മേളനം പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. സിംസാറുൽ ഹഖ് ഹുദ്വി മുഖ്യപ്രഭാഷണം നടത്തി. E.K. മഹമ്മൂദ് മുസ്ലിയാർ, ഫാദർ സജിദ് ദാസ് കോറോത്ത്, മടിക്കൈ കമ്മാരൻ, മൂലക്കണ്ടം പ്രഭാകരൻ, ഡോക്ടർ A.M. ശ്രീധരൻ, C.T. അഹമ്മദ് അലി, A.R. രാമകൃഷ്ണൻ, C. കുഞ്ഞാമുദ് ഹാജി പാലക്കി തുടങ്ങിയവർ സംസാരിച്ചു. ബഷീർ ആറങ്ങാടി സ്വാഗതം പറഞ്ഞു. CPI ജില്ലാ സമ്മേളനത്തിന് നീലേശ്വരം ഒരുങ്ങി. കൊടിമര ജാഥ പ്രയാണം തുടങ്ങി. CPI ജില്ലാ സമ്മേളനത്തിൽ ഉയർത്താനുള്ള കൊടിമര ജാഥ പ്രയാണം തുടങ്ങി. മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച കൊടിമര ജാഥ മടിക്കൈ കുഞ്ഞിക്കണ്ണന്റെ ഭാര്യ സരോജിനി അമ്മ കൈമാറി.
AITUC ജില്ലാ പ്രസിഡന്റ് ടി കൃഷ്ണൻ പതാക ഏറ്റുവാങ്ങി. നടക്കുകയാണ്. അതിനെ തുടക്കം കുറിച്ചുകൊണ്ട് ഇന്നലെ രാവിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരാധനായ നേതാവ് സഖാവ് സുബ്രാവുവിന്റെ സ്മൃതിമണ്ഡപത്തിൽ നിന്നും പതാകജാഥ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് എളേരിയിൽ നിന്നും കയ്യൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ഈ മടിക്കയിൽ നിന്നും പതാകയും കൊടിമരവും എല്ലാം പ്രയാണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ജാഥകളെല്ലാം 5 മണിക്ക് നീലേശ്വരത്ത് കേന്ദ്രീകരിച്ച് സമ്മേളനത്തിൽ തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാകയുടെ ചടങ്ങ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ചടങ്ങിൽ കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. ബംഗളം കുഞ്ഞികൃഷ്ണൻ, KV കൃഷ്ണൻ, M നാരായണൻ, CK ബാബുരാജ്, യമുന രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ N ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. നീലേശ്വരത്ത് വെച്ച് നടക്കുന്ന CPI ജില്ലാ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള കൊടിമരമാണ് ഇവിടെ നിന്നും പ്രയാണം ആരംഭിച്ചത്. അതിനു മുമ്പ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരസഭയുടെ സേവന പ്രവർത്തനങ്ങൾ വികേന്ദ്രീകരിക്കുന്നു. വാർഡ് തലത്തിൽ സേവാഗ്രാം ഓഫീസുകൾക്ക് തുടക്കം. കരുണയുടെ കരങ്ങൾ അനുഗ്രഹം ചൊരിഞ്ഞു. നിർധന കുടുംബങ്ങളിൽ വിവാഹ ധനസഹായം എത്തി. CPI സമ്മേളനത്തിന് ഒരുക്കങ്ങളായി. കൊടിമര ജാഥ പ്രയാണം തുടങ്ങി. പഠന മികവിനായി പെരിയയിൽ പൊൻപുലരി ക്യാമ്പ് നടന്നു. സാമൂഹ്യ തിന്മകളെ തുറന്നു കാണിക്കുന്ന TK പ്രഭാകരന്റെ കാർട്ടൂണുകൾ പ്രദർശനം തുടങ്ങി. സിവിൽ സർവീസ് മേഖലയിലേക്ക് പ്രതിഭകളെ കണ്ടെത്താൻ കാസർഗോട്ടും പരിശീലന പദ്ധതി എത്തുന്നു. മാതൃകാ പരീക്ഷ നടത്തുമെന്ന് ഭാരവാഹികൾ. റോഡ് സുരക്ഷാ സന്ദേശവുമായി കാഞ്ഞങ്ങാട്ട് മെഡിക്കൽ ക്യാമ്പ് നടന്നു. പുൻപുലരി ഏകദിന പഠന ക്യാമ്പ് പെരിയയിൽ നടന്നു. പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാ പോലീസും വിദ്യാഭ്യാസ വകുപ്പും സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്കൂളിലെ പൊൻപുലരി ക്ലബ് അംഗങ്ങൾക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. വിദ്യാഭ്യാസ ജില്ലയിലെ 18 വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഇംഗ്ലീഷ് വിഷയങ്ങളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 150 പേരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. പരീക്ഷ നേരിടാൻ വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസമില്ലാതെ പരീക്ഷ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തോൽക്കും. പരീക്ഷ, ഞാൻ അങ്ങനെ നിരവധി പരീക്ഷ തോറ്റതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. പരീക്ഷയെ നേരിടാൻ ആത്മവിശ്വാസം, ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ആത്മവിശ്വാസമാണ്. പല പരീക്ഷകളും നമ്മൾ പോയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ നേരിടുന്ന പരീക്ഷകളും ആത്മവിശ്വാസം ഇല്ലാതെ നേരിടുന്ന പരീക്ഷകളും, അതിന്റെ രണ്ടിന്റെയും ഔട്ട്പുട്ട് വളരെ വ്യത്യാസമായിരിക്കും. നമ്മുടെ ബെസ്റ്റ്, നമ്മുടെ ഉള്ളിലെ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ആത്മവിശ്വാസം ഉണ്ടാവണം പരീക്ഷയെ നേരിടാനായിട്ട്. PTA പ്രസിഡന്റ് പ്രമോദ് പെരിയ അധ്യക്ഷനായി. V കുമാരൻ, AEO രവീന്ദ്രനാഥ്, നാരായണൻ മാസ്റ്റർ, ശശി മാസ്റ്റർ, അനിത ടീച്ചർ, നിർമ്മൽ മാസ്റ്റർ, പ്രകാശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ സക്കറിയ VJ സ്വാഗതം പറഞ്ഞു. സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള നിശ്ചിത വിമർശനവുമായി TK പ്രഭാകരന്റെ കാർട്ടൂണുകൾ പ്രദർശനം തുടങ്ങി. ആർട്ട് ഗാലറിയിലാണ് കാർട്ടൂണുകൾ പ്രദർശനമൊരുക്കിയിട്ടുള്ളത്. പത്രപ്രവർത്തകനും പ്രസ് ഫോറം അംഗവുമായ TK പ്രഭാകരന്റെ കാർട്ടൂണുകളുടെ പ്രദർശനം ആർട്ട് ഗാലറിയിൽ തുടങ്ങി. സാമൂഹ്യ തിന്മകൾക്കെതിരെ പൊള്ളുന്ന വിമർശനങ്ങളാണ് TK പ്രഭാകരൻ ഉയർത്തുന്നത്. ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ച കാർട്ടൂണുകളിൽ
മദ്യനയവും ചുംബന സമരവും സദാചാര പോലീസും വിഷയമായി എത്തുന്നുണ്ട്. ചുംബന സമരത്തെ തെരുവുനായ്ക്കളുടെ കാമകേളിയോടാണ് കൂട്ടി വായിക്കുന്നത്. സദാചാര പോലീസിന്റെ പൊള്ളത്തരങ്ങളും കാർട്ടൂണിന് വിഷയമാക്കുന്നുണ്ട്. മദ്യനയം അട്ടിമറിക്കുന്നതിനെതിരെയും കാർട്ടൂണിൽ വിമർശിക്കുന്നുണ്ട്. സബ് കളക്ടർ കെ ജീവൻ ബാബു കാർട്ടൂൺ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കേരളം എന്ന് പറയുന്ന ഒരു നാട് ഒരുപക്ഷെ ഇന്നിപ്പോൾ ഫേസ്ബുക്കും ട്വിറ്ററൊക്കെ വന്നപ്പോൾ കൂടുതലും മറ്റുള്ളവരെ കളിയാക്കുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥ ചിത്രകാരന്മാരുടെയും കാർട്ടൂണിസ്റ്റുകളും ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് പ്രദാനം ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടേക്ക് എനിക്ക് തോന്നുന്നു മാധ്യമമാണെന്ന് തോന്നുന്നു ഒരു പ്രത്യേക ഒരു ലെക്ക് ഇറക്കിയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്, ഏകദേശം ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു പ്രത്യേക ഒരു ലെക്ക് ഇറക്കിയപ്പോൾ അതിനകത്ത് ഒരു ബുക്ക് മുഴുവൻ കാർട്ടൂണിസ്റ്റുകളെ കുറിച്ചുള്ള കാർട്ടൂണിസ്റ്റുകളുടെ ബുക്കുകൾ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു പുറത്തുള്ള കാർട്ടൂണിസ്റ്റുകൾ ഇല്ലായിരുന്നു, എല്ലാം മലയാളി കാർട്ടൂണിസ്റ്റുകളായിരുന്നു. അപ്പോഴാണ് നമുക്ക് 100 കണക്കിന് മലയാളി കാർട്ടൂണിസ്റ്റുകൾ ഇന്ത്യയിലെമ്പാടും, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെല്ലാം തന്നെ നമ്മുടെ കാർട്ടൂണിസ്റ്റുകൾ ശങ്കറിൽ തുടങ്ങി ഏറ്റവും അവസാനം അതിപ്രശസ്തനായി മാറിയ ഗോപികൃഷ്ണൻ വരെയുള്ള ഏത് മന്ത്രിയായാലും ശരി, കുട്ടിയായാലും ശരി, അങ്ങനെ ഗഫൂർ ആണെങ്കിലും അങ്ങനെ 100 കണക്കിന് കാർട്ടൂണിസ്റ്റുകൾ ഇവിടെ വരയ്ക്കുന്നവർ മാത്രമല്ല ദേശീയ തലത്തിൽ പോലും ശ്രദ്ധ നേടിയിരിക്കുന്ന ഒത്തിരിയധികം, ഞാനാണെങ്കിൽ ഒത്തിരിയധികം കാർട്ടൂണിസ്റ്റുകൾ നമ്മൾക്കുണ്ട്. അപ്പോൾ കാർട്ടൂൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കാരിക്കേച്ചർ എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഒരു വികാരങ്ങളെ നമ്മളുടെ ചിന്താധാരയിലൂടെ നമ്മൾ പുതിയൊരു രീതിയിൽ കാണുകയാണ്. പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷനായി. ഇ വി ജയകൃഷ്ണൻ, പി പ്രവീൺകുമാർ, മാധവൻ പാക്കം, ടി മുഹമ്മദ് അസ്ലാം തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ് ഫോറം സെക്രട്ടറി എൻ ഗംഗാധരൻ സ്വാഗതവും ടി കെ പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. കാർട്ടൂൺ പ്രദർശനം 20-ന് സമാപിക്കും. സിവിൽ സർവീസ് മേഖലയിലേക്ക് പ്രതിഭകളെ പരിശീലിപ്പിക്കാനുള്ള പദ്ധതി കാസർഗോട്ടും എത്തുന്നു. ജില്ലയിൽ മാതൃകാ പരീക്ഷയിലൂടെ കുട്ടികളെ കണ്ടെത്തുമെന്ന് ബ്രാൻഡ് അംബാസിഡറായ ലിബിൻ രാജ് പറഞ്ഞു. 2012 സിവിൽ സർവീസ് ജേതാവ് ലിബിൻ രാജിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തുടങ്ങിയ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലന പരിപാടി വോക്ക് വിത്ത് എ സിവിൽ സർവന്റ് കാസർഗോഡും എത്തുന്നു. മലയാളി പ്രതിഭകളെ സിവിൽ സർവീസ് പരീക്ഷയ്ക്കായി സ്കൂൾ തലം മുതലേ പരിശീലിപ്പിക്കുന്ന പദ്ധതി പൂർണ്ണമായും സൗജന്യമായാണ് നടപ്പിലാക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ YMCAയുടെ നേതൃത്വത്തിലാണ് പരീക്ഷാ പരിശീലന പദ്ധതി നടപ്പിലാക്കുന്നത്. മാതൃകാ പരീക്ഷയിലൂടെ ജില്ലയിൽ 7, 8, 10 ക്ലാസുകളിലെ 30 കുട്ടികളെ തെരഞ്ഞെടുത്ത് ഒരു വർഷത്തേക്ക് പരിശീലിപ്പിക്കുമെന്ന് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയായ ലിബിൻ രാജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയിലെ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നിൽ നിൽക്കുന്ന പ്രദേശങ്ങളിലെ കുട്ടികളെയാണ് പദ്ധതിക്കായി തെരഞ്ഞെടുക്കുന്നത്. ഒബ്ജക്റ്റീവ് വിവരണാത്മക പരീക്ഷകൾക്ക് ശേഷം സിവിൽ സർവീസ് ഇന്റർവ്യൂ മാതൃകയിലെ മുഖാമുഖം നടക്കും. അതിനുശേഷം 3ാം ഘട്ടത്തിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ കൂടി നടത്തിയാണ് അവസാന 30 പേരെ കണ്ടെത്തുന്നത്. ഇവരെ ഇൻഫോ പാർക്കിലെ ഇൻഡോ കനേഡിയൻ കമ്പനിയായ 3Q മെയിൻ്റെനൻസിൽ സൗജന്യമായി പരിശീലിപ്പിക്കുകയാണ് പദ്ധതി. കുട്ടികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനമാണ് ലഭ്യമാക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന 30 സീറ്റിലെ വിദ്യാർത്ഥികളിൽ 2 സീറ്റ് ജില്ലയിലെ ആദിവാസി മേഖലയിലെ കുട്ടികൾക്കായി കണ്ടെത്തും. അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുക്കുന്ന 30 കുട്ടികൾക്ക് നൽകുന്ന 1 വർഷ പരിശീലനത്തിന് പുറമെ ഇവർ പരീക്ഷ എഴുതും വരെയും മാർഗനിർദ്ദേശവും നൽകും. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല പ്രോജക്റ്റായിട്ട് എല്ലാ ജില്ലകളിലും നടപ്പിലാക്കുകയാണെങ്കിൽ അടുത്ത 1 വർഷത്തിനുള്ളിൽ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്ന് ഏകദേശം 420 പ്രഗത്ഭ പ്രതിഭകളെ നമുക്ക് കിട്ടും. അതിൽ നിന്ന് വളരെ കുറച്ചു പേരെങ്കിലും സിവിൽ സർവീസിൽ വന്നു കഴിഞ്ഞാൽ അവർ കേരളത്തെ ദേശീയ തലത്തിൽ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ഭാവി പദ്ധതിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിന് 1 വർഷം നമ്മൾ സാധാരണ ഒരു കോച്ചിങ് അല്ല കൊടുക്കുന്നത്, നോട്ട്സ് കൊടുക്കുക അല്ലെങ്കിൽ ഇവരെ ബുക്ക് വെച്ച് പഠിപ്പിക്കുക, അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബേസിക്കായ ഒരു അവയർനെസ് എന്താണ് സിവിൽ സർവീസ്, എന്താണ് മറ്റ് കരിയറുകൾ എന്നുള്ളൊരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക. 1 വർഷത്തിനുള്ളിൽ കേരളം മുഴുവൻ പദ്ധതി വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ലിബിൻ രാജിനോടൊപ്പം കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ മാനുവൽ കുറിച്ചിത്താനം KM തോമസ് തുടങ്ങിയവരും പങ്കെടുത്തു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ വിഷൻ സെന്റർ കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം തുടങ്ങി. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ വിഷൻ സെന്റർ കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം തുടങ്ങി. ഫാൽക്കോ ടവറിൽ ആരംഭിച്ച വിഷൻ സെന്റർ ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സ ശാഖയാണ് ചികിത്സ. വിവിധങ്ങളായ രോഗങ്ങൾക്ക് ചികിത്സ നമ്മുടെ നടത്തിയിരിക്കുന്നത് ഏറെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു ചികിത്സ. ഏത് ചികിത്സയും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട. സാധാരണ ഞങ്ങളുടെ നിർമ്മാണകാരൻ പറയും കണ്ണിന്റെ വൈദ്യം പോലെ നോക്കേണ്ട കാര്യമൊന്നും വളരെ ഏറെ പ്രാധാന്യമുള്ളതാണ്. ഒരു ചികിത്സയും അപ്രധാനമാണെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ പറയാനില്ല. പക്ഷേ കണ്ണിന്റെ ചികിത്സ അതിലേറെ പ്രാധാന്യമുള്ളതാണ്. ഫാദർ മാത്യു ആലങ്കോട്ട്, കൗൺസിലർ ഗംഗാ രാധാകൃഷ്ണൻ, ഡോക്ടർ പോൾ വി മാധവൻ, മേരി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു.
റോഡ് സുരക്ഷാ സന്ദേശവുമായി സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ ആശുപത്രിയും റോഡ് സുരക്ഷാ വിഭാഗവും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. റോഡ് സുരക്ഷ വെറുമൊരു മുദ്രാവാക്യമല്ല, അതൊരു ജീവിതചര്യയായി കാണണമെന്ന സന്ദേശവുമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആശുപത്രിയിലെ നേത്രരോഗ വിഭാഗം ജീവനക്കാർ ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിൽ ഓട്ടോ ടാക്സി ബസ് ഡ്രൈവർമാരും പങ്കെടുത്തു. മധുരക്കാട്ട് ആനവാതുക്കൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് കട്ടിലവെക്കൽ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ജനറൽ ബോഡി യോഗവും നടന്നു. മധുരക്കാട് ആനവാതുക്കൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് കട്ടിലവെക്കൽ ചടങ്ങ് രവിവർമ്മൻ ആചാര്യയുടെ കാർമ്മികത്വത്തിൽ നടന്നു. തറവാട്ടുകാരണവർ പുതിയ വളപ്പിൽ അമ്പു, എഞ്ചിനീയർ പവിത്രൻ, അത്തിക്കാൽ നാരായണൻ മേസ്ത്രി തുടങ്ങിയവരും തറവാട്ടംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരസഭയുടെ സേവന പ്രവർത്തനങ്ങൾ വികേന്ദ്രീകരിക്കുന്നു. വാർഡ് തലത്തിൽ സേവാഗ്രാം ഓഫീസുകൾക്ക് തുടക്കം. കരുണയുടെ കരങ്ങൾ അനുഗ്രഹം ചൊരിഞ്ഞു. നിർധന കുടുംബങ്ങളിൽ വിവാഹധന സഹായം എത്തി. CPI സമ്മേളനത്തിന് ഒരുക്കങ്ങളായി. കൊടിമര ജാഥ പ്രയാണം തുടങ്ങി. പഠന മികവിനായി പെരിയയിൽ പൊൻപുലരി ക്യാമ്പ് നടന്നു. സാമൂഹ്യ തിന്മകളെ തുറന്നു കാണിക്കുന്ന TK പ്രഭാകരന്റെ കാർട്ടൂണുകൾ പ്രദർശനം തുടങ്ങി. സിവിൽ സർവീസ് മേഖലയിലേക്ക് പ്രതിഭകളെ കണ്ടെത്താൻ കാസർഗോട്ടും പരിശീലന പദ്ധതി എത്തുന്നു. മാതൃകാ പരീക്ഷ നടത്തുമെന്ന് ഭാരവാഹികൾ. റോഡ് സുരക്ഷാ സന്ദേശവുമായി കാഞ്ഞങ്ങാട്ട് മെഡിക്കൽ ക്യാമ്പ് നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.